ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കഴുത്തിന് നേരിയ ക്ഷതം. കഴുത്തിന്റെ പരിക്ക് മൂലം വലതുകൈയിൽ മരവിപ്പുണ്ട്. ഇടതുകൈയിലും നേരിയ ക്ഷതം. MRI സ്കാനിങ്ങിൽ ഗുരുതര പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. 8 മണിയോടെ മെഡിക്കൽ ബോർഡ് ചേരും. 10 മണിയോടെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കും. മന്ത്രി വീണ ജോർജിനെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ കിട്ടിയില്ല. റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ RPF പരിശോധിച്ചിട്ടുണ്ട്. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലാണ് വീണ ജോർജിന് വിദഗ്ധ പരിശോധന നടത്തിയത്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് മന്ത്രിയെ പരിയാരത്ത് എത്തിച്ചത്. അതേസമയം മുഖ്യമന്ത്രി എത്തിയിട്ട് തല ഉയർത്തി നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് മന്ത്രി. ഇരു സൈഡിലേക്കും കഴുത്ത് ചലിപ്പിക്കാൻ സാധിക്കാത്ത വിധം കടുത്ത വേദനയാണ് അനുഭവപ്പെടുന്നത്. DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ആശുപത്രിയിൽ നടത്തിയ MRI സ്കാനിങ്ങിൽ ആന്തരികമായ ഗുരുതര പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പറയുന്നത്. കഴുത്തിന് മുകളിൽ പരിക്കേറ്റുവെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതികൾക്കെതിരെ വധശ്രമം ചുമത്തിയത്. ഇതുമൂലം ഇവർക്ക് ജാമ്യം ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കല്യാട് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് വന്ദേ ഭാരത് എക്സ്പ്രസിൽ മടങ്ങാനായി സ്റ്റേഷനിലെത്തിയപ്പോഴായിരുന്നു സംഭവം. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ കവാടത്തിൽ വെച്ച് കരിങ്കൊടിയുമായി പ്രതിഷേധക്കാർ പാഞ്ഞടുക്കുകയായിരുന്നു. ഇവരെ തടയാൻ ശ്രമിക്കുന്നതിനിടെ മന്ത്രിക്കു നേരെ കയ്യേറ്റമുണ്ടായെന്നാണ് CPM ആരോപിക്കുന്നത്. സംഭവത്തിൽ KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ ഉൾപ്പെടെയുള്ള 5 പേരെ ടൗൺ പോലീസ് സ്ഥലത്തുനിന്നു തന്നെ കസ്റ്റഡിയിലെടുത്തു. മന്ത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കണ്ണൂർ ജില്ലയിലുടനീളം CPM പ്രവർത്തകർ തെരുവിലിറങ്ങി. പലയിടങ്ങളിലും കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ കല്ലേറും അക്രമവുമുണ്ടായി. എന്നാൽ മന്ത്രിയുടെ പരിക്ക് വെറും രാഷ്ട്രീയ നാടകമാണെന്നും കരിങ്കൊടി പ്രതിഷേധത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള വധശ്രമം പോലുള്ള വകുപ്പുകൾ ചുമത്തിയതെന്നും കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചിട്ടുണ്ട്. മന്ത്രിക്ക് നേരെയുണ്ടായ ആക്രമണം ആസൂത്രിതമായ ഗുണ്ടായിസമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. കേരളത്തെ കലാപഭൂമിയാക്കാനുള്ള നീക്കമാണിതെന്നും പ്രവർത്തകർ പ്രകോപനങ്ങളിൽ വീഴരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സ്പീക്കർ AN ഷംസീറും ആശുപത്രിയിലെത്തി മന്ത്രിയെ കണ്ടു. സംഭവത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശക്തമായി അപലപിച്ചു. കല്യാട് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് വന്ദേ ഭാരത് എക്സ്പ്രസിൽ മടങ്ങാനായി സ്റ്റേഷനിലെത്തിയപ്പോഴാണ് മന്ത്രിക്ക് നേരെ ആക്രമണമുണ്ടായത്. മന്ത്രി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് തൊട്ടു മുമ്പും കാർ തടഞ്ഞ് അക്രമം നടത്തിയിരുന്നു. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ പ്രധാന കവാടം വഴി ഉള്ളിലേക്ക് കടക്കുന്നതിനിടെ റെയിൽവേ സ്റ്റേഷനുള്ളിൽ നിന്നാണ് യൂത്ത് കോൺഗ്രസ് KSU അക്രമികൾ ചാടി വീണത്. കരിങ്കൊടിയുമായി ഓടിയെത്തിയയാളെ പിടിച്ചുമാറ്റുന്നതിനിടെ മറ്റു 4 പേർ കൂടി മന്ത്രിക്ക് നേരെ പാഞ്ഞെടുത്തു. ഇവരാണ് ആക്രമിച്ചതെന്നാണ് CPM പറയുന്നത്. ഇതിന്റെ പേരിൽ വ്യാപക ആക്രമണം കണ്ണൂരിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസ് ഓഫീസുകളിൽ CPM വ്യാപക ആക്രമണമാണുണ്ടായത്. കഴുത്തിന്റെ ക്ഷതം മൂലം കൈക്കും മരവിപ്പുണ്ട്. MRI സ്കാനിങ്ങിൽ ഗുരുതര പ്രശ്നങ്ങളൊന്നും തന്നെയില്ല.